കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മെഡിട്രാക്കിൽ നമുക്ക് ഇന്ന് അതിഥിയായിട്ടുള്ളത് കനങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആതിര മാമാണ്. മാം വെൽക്കം. ഡോക്ടർ, നമുക്ക് മെഡിട്രാക്കിൽ ഇന്നത്തെ ടോപ്പിക്ക് സാധാരണ പ്രേക്ഷകർക്ക് കൂടുതൽ കാണുന്ന ഒരു ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ കോമൺലി നമുക്ക് ശ്വാസകോശ സംബന്ധമായ ഏതൊക്കെ അസുഖങ്ങളാണ് സാധാരണ നമ്മൾ കണ്ടെത്താറുള്ളത്? പൊതുവെ ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് ആസ്മ, അലർജി, COPD, ലങ് ക്യാൻസർ, ബ്രോങ്കിയക്ടാസിസ്, ന്യൂമോണിയ, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസോർഡേഴ്സ്, കുറെ സ്പെക്ട്രം ഓഫ് ഡിസീസസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇപ്പം ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു മന്തായി ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അലർജിയാണ്. അലർജി കേസസ് ഒരുപാട് കൂടുതൽ. സോ അലർജി വിച്ച് കൻ ലീഡ് ടു ആസ്മ. അലർജി എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ സാധാരണ ലെമൻ നമുക്ക് അതെങ്ങനെ അസസ് ചെയ്യും? നമുക്കൊരു അലർജി എന്ന് പറഞ്ഞപ്പോൾ കൈക്കൊരു ഇച്ചിങ് വന്ന് നമ്മൾ സാധാരണ പറയും അതും അലർജി ആണോ എന്ന് സംശയിക്കും. ജലദോഷം കണ്ടിന്യൂസ് ആയി തുമ്മലും ജലദോഷം ഉണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അലർജി ആവും, അല്ലെങ്കിൽ കോൾഡ് അലർജി ആണോ ആ ഒരു ഡൗട്ട് വരും. ഈ ജലദോഷം കോൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ആണ്. ചിലപ്പോൾ വൈറലോ അല്ലെങ്കിൽ ബാക്ടീരിയലോ നമുക്ക് തരുന്ന ഒരു അക്യൂട്ട് റിയാക്ഷൻ. അലർജി എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ നമുക്ക് ബൈ ബർത്ത് അല്ലെങ്കിൽ ജനറ്റിക്കലി ഓർ ഡ്യൂ ടു എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു റിയാക്ഷനാണ്. അപ്പൊ അലർജീന്റെ കുറെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവാം, അലർജിക് റൈനൈറ്റിസ് ഉണ്ടാവാം. അത് ഒരു കുറച്ചും കൂടെ സിവിയർ ഫോം ആസ്മ ആയിട്ട് വരാം. അപ്പൊ ആസ്മ ആണ് നമ്മുടെ മെയിൻ ഏരിയ ഓഫ് പ്രാക്ടീസ്. പക്ഷെ അലർജി ഈസ് ലൈക്ക് എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എൻറ്റയർ യുണൈറ്റഡ് എയർവേ ഡിസീസ് എന്നൊക്കെ പറയുന്ന പോലെ റൈനൈറ്റിസ് തൊട്ട് അതിന്റെ സ്കിൻ ബാക്കിയുള്ള ഓൾ ദ കോമ്പണൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ അലർജി. മേഡം സൂചിപ്പിച്ചല്ലോ ഇപ്പം അലർജി ആസ്മയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് പറയില്ല. അപ്പം നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു അലർജി വന്നൊരു പേഷ്യന്റ് അത് ആസ്മയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? നമുക്ക് പൊതുവെ പേഷ്യൻസ് പ്രസന്റ് ചെയ്യുമ്പം നമുക്ക് കണ്ടുവരാറ് തുമ്മല്, ചെറിയൊരു ഇപ്പം പൊടി, തണുപ്പ്, അല്ലെങ്കിൽ ഈ ആനിമൽ ഡാൻഡർ, അതായത് കാറ്റ്സ്, ഡോഗ്സ്, അതൊക്കെ എക്സ്പോഷർ ഉണ്ടാകുമ്പം കുഞ്ഞു കുട്ടികളായാലും മുതിർന്നവർക്കായാലും എക്സസീവ് ആയിട്ടുള്ള തുമ്മലും ശ്വാസം മുട്ടലും ഉണ്ടാവും. അപ്പോൾ അത് ഇഫ് ഇറ്റ് ഗോസ് അൺട്രീറ്റഡ്, നമുക്ക് ഒരുപാട് റിക്കറൻസ് ഉണ്ടായി ആൻഡ് വി ആർ നോട്ട് അഡ്രസ്സിങ് ദ പ്രോബ്ലം, അത് ഇവൻച്വലി ഇറ്റ് വിൽ ഷിഫ്റ്റ് ടു ആസ്മ. എല്ലാവർക്കും അലർജി ഉള്ളവർക്ക് ആസ്മ ഉണ്ടാവണം എന്നില്ല. ബട്ട് ആസ്മാറ്റിക് ഓൾ പേഷ്യൻസ് ആർ അലർജിക്. അപ്പം അലർജി എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമുക്ക് ഇന്ന ട്രിഗർ വരുമ്പോൾ വി ആർ ഗെറ്റിംഗ് റിയാക്ഷൻസ്. അത് ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വീസിങ്, കോഫ്, ശ്വാസതടസ്സം, മൂക്കില് ലൈക്ക് ഒരു എക്സസീവ് ആയിട്ട് വെള്ളം വരിക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചൊറിച്ചല്. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ സിംറ്റംസ് വി ക്യാൻ അപ്രോച്ച് വെദർ ഇറ്റ്സ് എ ഡെർമറ്റോളജിസ്റ്റ് ഓർ അസ് അലർജിക് സ്പെഷ്യലിസ്റ്റ്, പൾമനോളജിസ്റ്റ്, ആൻഡ് ദെൻ യു ക്യാൻ സീക്ക് ദ ട്രീറ്റ്മെന്റ്. ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചാൽ അലർജി ആസ്മയിലേക്ക് ലീഡ് ചെയ്യുന്ന ചിലപ്പോൾ നമുക്കതിനൊരു ഇപ്പോൾ ഒരു എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും കൂടി പറഞ്ഞു. ഇപ്പം ചിലപ്പോൾ അനിമലിൻ്റെ ചില ഡസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഏരിയയിൽ വരുന്ന അങ്ങനെ വരുന്ന ഇപ്പം ആസ്മ പേഷ്യൻറ്റിന് നമ്മൾ ചില കേസസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ കേസസ് എന്ന് പറയുന്നത് ജെനറ്റിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ അലർജിയുമായിട്ട് ചിലപ്പോൾ അതിന് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാകാനും സാധ്യതയില്ല. അത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? ജനറ്റിക് നമുക്ക് നമ്മുടെ അലർജീൻ്റെ പ്രൈമറി ഹിസ്റ്ററി തന്നെ ജനറ്റിക്സ് ഇൻവോൾവ് ആയിരിക്കുന്നു എന്നാണ് നമ്മൾ ചോദിക്കുക. ബിക്കോസ് വരുന്ന ഒരു കേസിന് ഇപ്പോൾ ഒരു ഫാദർ ഇസ് അഫക്റ്റഡ് വിത്ത് അലർജി, ആ ജനറ്റിക് ഹിസ്റ്ററി നമുക്ക് 30% റിസ്ക് ഉണ്ട് ആ കുട്ടിക്ക് ആസ്മ വരാൻ. ഇഫ് ബോത്ത് പേരൻസ് ആർ ദെൻ ദർ ഇസ് 60% റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ആസ്മ. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് അലർജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന കേസിന് ദർ ഇസ് ഹയർ ചാൻസ് ഓഫ് ദാറ്റ് പേഴ്സൺ ബിക്കമിങ് ആൻ ആസ്മാറ്റിക്. അപ്പോൾ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റുമില്ല എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് വീട്ടിനകത്തെ പുക, ആനിമൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമ്മുടെ ഈ അപ്ഹോൾസ്ട്രി, ഈ ഫേർണിച്ചറും ഇതിന്റെ ബെഡ് ലൈനിങ്സും ബെഡ്ഷീറ്റ്സും ഇതൊക്കെ ഉള്ള. പുറത്തുള്ളത് എക്സ്റ്റേണൽ ഏജൻസ്, പൊല്യൂട്ടൻസ്, ഫൈൻ പാർട്ടിക്കിൾസ്, ഇൻഡസ്ട്രീസ് നിന്നുള്ള പുക, വെറും കോൾഡ് എയറും ആവാം ചിലവർക്കുള്ള അലർജിക് ട്രിഗർ. ഓക്കെ, നമ്മളിപ്പം ഏത് ഡിസീസിനും നമ്മൾ ചില ഡയഗ്നോസിസ് ഉണ്ടാവുമല്ലോ. അപ്പം
ആസ്മയിലേക്ക് നമുക്ക് അതിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, കാരണം പല പേഷ്യൻറ്റിനും ഏറ്റവും കൂടുതൽ ഈ ഡയഗ്നോസിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു ഡൗട്ടും കൂടി ഇവിടെ വരുന്നത്, നമ്മളിപ്പോൾ ഒരു ആസ്മ പേഷ്യൻറ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ആസ്മ പേഷ്യൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ലൈഫിൽ മെഡിസിന് വേണ്ടി വരും, ത്രൂ ഔട്ട് ലൈഫിൽ ഇത് സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും അതേപോലെ, കാരണം ഇപ്പം മെഡിക്കൽ ടെക്നോളജി അത്രയും അപ്ഡേറ്റ് ആയിട്ട് പോലും, മെഡിസിൻ അപ്ഡേറ്റ് ആയിട്ട് പോലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം അവർ മെഡിസിൻ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അലർജി എന്നുള്ളത് നമ്മുടെ ബോഡീൻ്റെ ഒരു സെൻസിറ്റൈസേഷനാണ്. ഒരു മെമ്മറി ഉണ്ടാക്കും ബോഡിയിൽ. നമ്മൾ എക്സ്പോഷർ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ബോഡി നെക്സ്റ്റ് എക്സ്പോഷറിന് എതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അഗ്രസീവ് റെസ്പോൺസ്. അപ്പൊ ഈ മെമ്മറിയാണ് നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യേണ്ടത്. അതായത് ബോഡി ഷുഡ് ബി മെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ ഈ ഡസ്റ്റും കോൾഡും ഒക്കെ, these are things in our environment which we have to like slowly acclimatize. അപ്പം അതിനുള്ള ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ഇപ്പം വന്നിരിക്കുന്ന ഇമ്മ്യൂണോതെറപ്പിയാണ്. അപ്പം ആസ്മ ഇസ് നോട്ട് ആൻ ഇൻക്യൂറബിൾ. അതായത് അലർജി ആസ്മയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ചുള്ള, അതായത് ശ്വാസനാളത്തിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ദർ ഇസ് മസിൽ പ്രോലിഫറേഷൻ, മ്യൂക്കോസൽ ഡാമേജ്. അപ്പോൾ ഈ ഡാമേജ് ഈ ഓൺസെറ്റിന് മുമ്പേ തന്നെ നമ്മൾ അലർജി ടു സം എക്സ്റ്റെന്റ് നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രിവെന്റ് ആസ്മ. പിന്നെ അലർജിക്കുള്ള കറന്റ്, അതായത് അലർജി ട്രീറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ കറന്റ്ലി ഇറ്റ് ഈസ് നമുക്ക് ഇമ്മ്യൂണോതെറപ്പി എന്നുള്ളൊരു അതിനു മുന്നേ നമുക്ക് ഡയഗ്നോസിസിലേക്ക് പോകാം. ആസ്മ ഈസ് ആക്ച്വലി ഒരു PFT വെച്ചിട്ട് നമ്മൾ, അതായത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, സ്പെസിഫിക്കലി സ്പൈറോമെട്രി, ഇത് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന, അതായത് നമ്മൾ പേഷ്യന്റിനോട് ഒരു ഡിവൈസിലേക്ക് ഊതാൻ പറയും. നമ്മളൊരു ബ്രോങ്കോ ഡൈലേറ്റർ കൊടുക്കും. ബ്രോങ്കോ ഡൈലേറ്ററിന് ശേഷവും മുമ്പിലുള്ള ഒരു റെസ്പോൺസ് നമ്മൾ നോക്കും. എന്നിട്ട് ഇത്ര 12% റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ മോർ ദാൻ 200 ml, ഇതിനൊക്കെ സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ അതിൽ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർവേ ഈസ് റിയാക്ടിങ്. അപ്പം നമുക്കൊരു ആസ്മ എന്നുള്ളൊരു ഡയഗ്നോസിസ്, അതായത് ഫ്രം ആൻ അലർജിക് എയർവേ ഡിസീസ് വി ക്യാൻ സ്റ്റെപ്പ് അപ്പ് ദി ഡയഗ്നോസിസ് ടു ആസ്മ. അങ്ങനെയാണ് നമ്മൾ ആസ്മാറ്റിക് പേഷ്യൻസിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്മ പേഷ്യൻ്റ് നമ്മൾ കൺഫേം ആയി കഴിഞ്ഞാൽ, പേഷ്യൻറ്റിന് ആസ്മയാണെന്ന് ആ രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു സീസണൽ ആയിട്ടുള്ള ചില ഇതിന് കൂടുതൽ ചിലപ്പോൾ കുറച്ചും കൂടി ഇത് അഗ്രസീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ചും കൂടി തണുപ്പ് ഡിസംബർ നവംബർ മാസങ്ങളിൽ ചിലപ്പം പറയാറുണ്ട് ആസ്മ പേഷ്യൻ്റ് ഈ മഞ്ഞൊക്കെയുള്ള സമയങ്ങളിൽ, ആ സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു സിവിയർ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. സത്യ സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഈ പേഷ്യൻ്റ് കുറച്ചും കൂടി കോൺഷ്യസ് ആവേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവരെ പ്രിവെൻറ്റ്, ആ ഒരു പ്രത്യേക സീസണിലായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവർക്ക് പ്രിവെൻറ്റീവായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും? പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം ഐഡിയലി. നമ്മൾ ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രിവെന്റീവ് there is a cut off. നമുക്ക് അപ് ടു വാട്ട് എക്സ്റ്റെന്റ് വിൽ ദീസ് പ്രിവെന്റീവ് മെഷേഴ്സ് ഹെൽപ്പ് us എന്ന് നമുക്ക് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്. കാരണം ആസ്മാറ്റിക് പേഷ്യൻറ്റിന് ഓൾറെഡി ദി എയർവേ ഈസ് കൺസ്ട്രക്റ്റഡ്. അപ്പോൾ നമ്മൾ ബ്രോങ്കോ ഡൈലേറ്റർ കൊടുത്താലാണ് ഇത് റിയാക്ട് ചെയ്യൂ, അവർക്ക് ആ വീസിങ്ങിൻ്റെ കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ അലർജിക് എയർവേ ഉള്ള പേഷ്യൻസിന് ആക്ച്വലി അവോയ്ഡിങ് ട്രിഗർ ഇസ് വൺ ഓഫ് ദ മേജർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ വി പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം കോൾഡ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ചെവി കവർ ചെയ്യുക, ഒരുപാട് കാറ്റ്, അതായത് ഫാൻ ഇട്ട് ഡയറക്റ്റ്ലി അതിൻ്റെ അടിയിൽ ഇരിക്കാണ്ടിരിക്കുക. AC ഈസ് പ്രിഫേർഡ് ഓവർ ഫാൻ. നമ്മുടെ ഈ അലർജി ഇതിൽ AC ഒരു 25-24 ഡിഗ്രിയിലൊക്കെ വെച്ച് വിത്ത് റെഗുലർ ക്ലീനിങ് ഓഫ് ഫിൽറ്റേഴ്സ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ബെഡ് ലൈനിങ്സും പില്ലോ കവറൊക്കെ ഐഡിയലി വൺസ് ഇൻ 4 days എന്നാണ് പറയാ, അത് വാഷ് ചെയ്യുക. അത് ചൂടുവെള്ളത്തിൽ കഴുകുക. കാരണം ഇതിലൊക്കെ ഉള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ല, ഐഡിയലി അതിനകത്ത് മൈറ്റ്സ്, സ്മോൾ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഓർഗാനിസംസിന്റെ പ്രോട്ടീൻസ് ആണ് നമ്മൾ ബോഡി റിയാക്ട് ചെയ്യണത്. വി ആർ സെൻസിറ്റൈസ് ടുവേർഡ്സ് ദോസ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജിക് ട്രിഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈവൻച്വലി ഇറ്റ് ബിക്കമിങ് ആൻ ആസ്മ ക്യാൻ ഓൾസോ ബി പ്രിവെന്റഡ്. ഓക്കെ, ഇപ്പോൾ ഡയഗ്നോസ് ചെയ്ത് ഞാൻ നേരത്തെ അതിനിടയിലാണ് ഈ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ വന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ തരത്തിലാണ്? കാരണം സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആസ്മ പേഷ്യൻറ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ലൈഫ് ലോങ് ആയിട്ട് ഈ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഐഡിയലി ആസ്മയ്ക്ക് നമ്മൾ ഇൻഹേൽഡ് മെഡിക്കേഷൻസ് തുടങ്ങുമ്പോൾ ഇറ്റ് ഈസ് എ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമുക്കൊരു ഇന്ന് ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആസ്മ മാറിക്കിട്ടും എന്നുള്ളതല്ല കോൺസെപ്റ്റ്. പക്ഷെ അലർജി പേഷ്യൻസിന് ഇനിഷ്യലി വി സ്റ്റാർട്ട് വിത്ത് നേസൽ ഡീകൺജസ്റ്റൻസ്. അതായത് ഈ
ഒട്രിവിൻ പോലത്തെ മരുന്നുകളല്ല, അതായത് മൂക്കടപ്പ് അത് റിലീവ് ചെയ്യുന്ന മെഡിക്കേഷൻസ് അല്ല. നേസൽ നമ്മുടെ മൂക്കടപ്പ് നേസൽ സ്പ്രേ, അതായത് തുള്ളി മരുന്നല്ല, നേസൽ സ്പ്രേ. അത് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഡ്രഗാണ്. ഒന്ന് സ്റ്റിറോയിഡും മറ്റേത് ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽസുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓക്സി, സൈലോ എന്നൊക്കെയുള്ള ഡ്രഗ്സ് ഐഡിയലി ദേ ആർ നോട്ട് റെക്കമെൻഡഡ്. അതായത് നമുക്ക് അക്യൂട്ട് കൺജഷൻ റിലീവ് ചെയ്യാം. ഡ്രഗ് ഓക്സി, സൈലോമെറ്റസോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗാണ്. ഇതാണ് നമ്മൾ ഈ ഒട്രിവിനിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആൾക്കാർ പറയും ഇത് അഡിക്ഷൻ ഉണ്ടാക്കില്ലേ, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് വി വിൽ ബി ഡിപെൻഡന്റ് ആണ്. ഐഡിയലി ദാറ്റ് ഇസ് അത് ഉപയോഗിക്കരുത്. നമുക്ക് അത് കാരണം പിന്നെയും റിവേഴ്സ്, അതായത് റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെയും നമുക്ക് മൂക്കടപ്പ് ഉണ്ടാവും. പിന്നെ അത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നേസൽ ക്രസ്റ്റിംഗ്, പല ഇഷ്യൂസും വരും. ഐഡിയലി നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ആണ്. അത് സ്റ്റിറോയിഡ് എന്നുള്ള ഒരു കെമിക്കൽ നമ്മുടെ ഐഡിയലി ഇറ്റ് ഇസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ആൻഡ് ഇമ്മ്യൂണോസപ്രസൻ ഭാഗം മാറ്റി നിർത്തിയാൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ആൻഡ് നേസൽ സ്പ്രേയിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്, അതായത് ഒരാഴ്ച കഴിക്കുന്ന ടാബ്ലറ്റ് ആൻഡ് ഒരു മാസം ഓർ അപ് ടു എ ഇയർ നമ്മൾ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ എടുക്കുന്നത് ഈക്വൽ ഡോസ് ആണ്. സോ നേസൽ സ്പ്രേ ഇസ് ആക്ച്വലി സേഫർ. നമ്മൾ ഒരാഴ്ച ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും ലോങ് ടേം യൂസ് ഓഫ് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ നമുക്ക് ഈ അലർജിക് സിംറ്റംസ് ഒരുവിധം ഇൻ എ വേ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പ്രിവെന്റ് അല്ല, മേ ബി ഐ തിങ്ക് കൺട്രോൾ, ദാറ്റ് ഇസ് എ ബെറ്റർ വേർഡ്. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് പ്രിവെന്റിങ് ദ ട്രിഗേഴ്സ്, പിന്നെ കൺട്രോൾ. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ കൂടെ തന്നെ സിട്രസീൻ, മോണ്ടിലൂക്കാസ്, ലിവോസിട്രസീൻ എന്നുള്ളൊക്കെയുള്ള കോമ്പിനേഷൻ. ദീസ് ആർ ആന്റി ഹിസ്റ്റമീൻസ്. സ്പെസിഫിക് കെമിക്കൽസ് ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന ടാബ്ലറ്റ്സും നമുക്ക് അതിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ സിംറ്റമാറ്റിക് മെഡിക്കേഷൻസ് ആണ്, സിംറ്റംസ് പ്രിവെന്റ് ചെയ്യാം. പക്ഷെ ഐഡിയലി ട്രീറ്റ്മെന്റ് ഇസ് ഇമ്മ്യൂണോതെറപ്പി. ഇമ്മ്യൂണോതെറപ്പി എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോട്ടീൻസിനെതിരെയാണ് ഇവർക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ ആ പ്രോട്ടീൻസിനെ ബോഡിയിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1 part in 500 units, 1:500, അതായത് വളരെ ഒരു പാർട്ട്. അപ്പൊ അതിന്റെ ഡൈല്യൂഷൻ ഇസ് സച്ച് ദാറ്റ് അത് ബോഡിക്ക് റിസ്ക് ഉണ്ടാക്കുന്ന രീതിക്ക് നമ്മൾ കൊടുക്കൂല, എന്നാൽ ബോഡി വിൽ ഗെറ്റ് എൻ എക്സ്പോഷർ. അപ്പൊ നമ്മൾ ബോഡി ഒരു മെമ്മറി ഉണ്ടാക്കും, ഓക്കെ ദിസ് ഇസ് ഫൈൻ. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഒരു ആഫ്റ്റർ 2 months വി വിൽ ഇൻക്രീസ് ദ ഡോസ്. ഒരു ഡോസേജ് ഒരു 250 unitsലാക്കും ഇൻസ്റ്റെഡ് ഓഫ് 500. സോ ഇങ്ങനെ നമ്മൾ ഗ്രേഡഡ് എക്സ്പോഷർ പോലെ പ്രോട്ടീനിന് കൊടുക്കുന്ന, അതായത് പ്രോട്ടീൻ എക്സ്ട്രാക്ട് ഇസ് ദ ഇമ്മ്യൂണോ തെറപ്പി, ആ ഒരു ലിക്വിഡ്. മാം, ഇത് നമ്മൾ സാധാരണ ഈ ആസ്മ, അതായത് പെർമനന്റ് ആയിട്ട് ചില ആസ്മ പേഷ്യന്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ആ ബ്രാൻഡ് നെയിം പറയുന്നത് റൊട്ടാക്യാപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സെറോഫ്ലോ ഫോർ എക്സാമ്പിൾ 250, 500 mg, അതും ആ മെഡിസിനും അതും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് കുറച്ചും കൂടി റിലീഫ് കിട്ടുന്ന രീതിയിൽ, അത് അല്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് പേഷ്യന്റിനാണ് എങ്ങനെയാണത് അത് അസസ് ചെയ്യുന്നത്, എങ്ങനെയാണ്? അലർജിക് പേഷ്യൻസിന് നമ്മൾ ഈ റോട്ടാക്യാപ്സ് ഒന്നും ഐഡിയലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആസ്മ പേഷ്യന്റ് വെൻ അലർജി പ്രോഗ്രസസ് ടു ആസ്മ, നമുക്ക് ഓൾറെഡി അറിയാം in spirometry we have got a diagnosis and the patient has got evident triggers. There is acute bronchospasm and body respiratory symptoms വരുന്നുണ്ടെങ്കിൽ then is when we give steroid inhaled medications. Inhaled medications റോട്ടാക്യാപ്പ് മാത്രമല്ല, it is available as MDI, metered dose inhaler, അതായത് സ്പ്രേ വായിൽ. MDI is available ആണ്, nebulizer available ആണ്, nebulized medications. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നെബുലൈസ് ചെയ്യുന്നത് അത് യാത്രാ സമയങ്ങളിലൊക്കെ അതിന്റെ ഇറ്റ്സ് ഇസ് ബേസ്ഡ് ഓൺ പേഷ്യന്റ് കൺവീനിയൻസ് ആൻഡ് നമ്മുടെ നെസസിറ്റി. അക്യൂട്ട് ആസ്മാറ്റിക് അറ്റാക്കിൽ നമ്മൾ റോട്ടാക്യാപ്പ് ഒക്കെ വലിക്കാനുള്ള പവർ പേഷ്യന്റിന് ഉണ്ടാവില്ല ടു ഇൻഹേൽ. അപ്പൊ നമ്മൾ നെബുലൈസേഷൻ കൊടുക്കും, നെബുലൈസ്ഡ് മെഡിക്കേഷൻ, ദാറ്റ് ഇസ് ഐഡിയൽ. പക്ഷെ ഒരു നോർമൽ റെഗുലർ പേഷ്യന്റ് ഹു ഇസ് ലൈക്ക് മോഡറേറ്റ്ലി കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് ഇൻഹേലർ, MDA അത് മീറ്റർ ഡോസ് ഇൻഹേലറും റോട്ടാക്യാപ്പും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഇതാണ്, ടെക്നിക്കാണ്. ഒന്ന് റോട്ടാക്യാപ്പിന് ഡീപ്പ് റാപ്പിഡ് ഇൻഹലേഷൻ വേണം, MDAന് ഡീപ്പ് ആൻഡ് സ്ലോ മതി. സോ അതായത് നമ്മൾ റോട്ടാക്യാപ്പ് വലിക്കുമ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ that should be the power of inhalation. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്നാലേ ഡ്രഗ് ഉള്ളിലേക്ക് പോകും. അതില്ലാത്തവർക്ക് നമ്മൾ സ്പ്രേ, അത് ദാറ്റ് ഇസ് MDI, മീറ്റർ ഡോസ് ഇൻഹേലർ.
അത് ഐഡിയലി വിത്ത് സ്പേസർ. അപ്പോൾ ഇതൊക്കെ പേഷ്യൻറ്റ് ടൈട്രേറ്റഡ് ആണ്, അതായത് അവരുടെ ഹൗ ദേ ആർ കംഫർട്ടബിൾ ആൻഡ് വാട്ട് ഇസ് ദർ ഇൻഹലേഷൻ പവർ, എപ്പോഴൊക്കെ ആവശ്യം വരുന്നു, ഈസ് ഓഫ് യൂസ്. ഇത് ഇപ്പോൾ ഓഫീസ് പ്രൊഫഷണൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ MDI ആൻഡ് റോട്ടക്യാം. നെബുലൈസർ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഓൾഡ് ഏജ് പേഷ്യൻസ് ആണെങ്കിൽ ഐഡിയലി നെബുലൈസർ ഇസ് ഗുഡ് ബിക്കോസ് ദേ ആർ അറ്റ് ഹോം. അതെ, അതിന്റെ ഡ്രഗ് പോവാണ്ടിരിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ? ഇൻഹലേഷൻ പവർ ഉണ്ട്, അതിനൊരു ഇത്ര സ്പീഡ് എന്നൊക്കെ ഉണ്ട്, ml/min. ഓക്കെ മാം, ഇപ്പം മാം ഇവിടെ ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാമിൻ്റെ OPയിൽ ഏത് ഏരിയയിലുള്ള, അതായത് ആസ്മ പേഷ്യൻ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പം ചില ഇൻഡസ്ട്രിയൽ ഏരിയ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചില കർണാടക കോസ്റ്റൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അവർ കൂടുതൽ പേഷ്യൻ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇപ്പം അവൻ്റെ OPയിൽ വരുന്ന പേഷ്യൻ്റ് ഏത് ഏരിയയിലാണ് ഇത് കൂടുതൽ ആസ്മ പേഷ്യൻ്റ് നമ്മൾ കണ്ടെത്തുന്നത്? ഇവിടെ ജനറലൈസ്ഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ഈ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ. സോ റെഗുലർ പീപ്പിൾ ഹു ആർ ലൈക്ക് ബിസൈഡ് ദ റോഡ്, ഈ ഡസ്റ്റ് എക്സ്പോഷർ കാരണം അലർജിക് ടെൻഡൻസി കൂടിയിട്ട്, അലർജിക് ഹിസ്റ്ററി ഉള്ളവർ, പ്രീവിയസ്ലി ആസ്മ ഉണ്ടായിരുന്നവരും ഇൻഹേലർ കുറച്ചു കാലം ഉപയോഗിച്ച് നിർത്തിയ ആൾക്കാരും ഇപ്പം they have come back. എനിക്കിപ്പോഴും വീസിങ് പിന്നെയും വരുന്നുണ്ട്. ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു, ബട്ട് ഒരു 1-2 വർഷം ഞാൻ ഉപയോഗിക്കാണ്ട് ഐ വാസ് സിംറ്റം ഫ്രീ. പക്ഷെ ഇപ്പം പിന്നെയും വരുന്നു. സോ അത് ആ ട്രിഗറിന്റെ ഇതാണ്. ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഡസ്റ്റ് എക്സ്പോഷർ ഒരു മേജർ കോമ്പണന്റ് ആണ്. അല്ലാണ്ട് കോസ്റ്റൽ ഏരിയ സ്പെസിഫിക് അങ്ങനെ ഒരു ഇതായിട്ട് ഐ ഹാവ് നോട്ട്. ഓക്കെ മാം, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഓൾറെഡി ഈ ആസ്മ പേഷ്യൻ്റ് ചിലവരൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയിലും ജോലി ചെയ്യേണ്ടവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലേബേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ പേഷ്യൻറ്റിനൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ അവർക്കിപ്പം മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും അവർ പോകുന്നത് ഈ ട്രിഗർ വീണ്ടും ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലോ എൻവയറമെന്റൽ ഫാക്ടേഴ്സുള്ള സ്ഥലത്താണ്. ആ പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതിന് ആക്ച്വലി നമ്മൾ ഒക്യുപേഷണൽ ആസ്മ എന്നാണ് പറയാ. ഇറ്റ് ഈസ് നോട്ട് ഐഡിയലി അലർജിക്. ഇത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി എക്സ്പോഷർ. അതായത് ഇതിന് വൺ ആൻഡ് ഓൺലി ട്രീറ്റ്മെന്റ് ഇസ് ടു പ്രിവെന്റ് ദി എക്സ്പോഷർ. അതായത് ജോലി ഇന്ന് മാറുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിയലി പ്രാക്ടിക്കൽ. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഒന്നിക്കലും മാസ്ക്, N95 മാസ്ക് ടു പ്രിവെന്റ് ഈ ഇൻഹലേഷൻ ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. വളരെ ഫൈൻ പാർട്ടിക്കിൾസ് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്നത് N95 ആണ്. ഹയർ ലെവൽസ് ഓഫ് മാസ്ക് ഉണ്ട് നമ്മുടെ നാട്ടിൽ. മോസ്റ്റ് അവൈലബിൾ N95. വെറും സർജിക്കൽ മാസ്കോ ക്ലോത്ത് മാസ്കോ കാര്യമായിട്ട് ഒരു പ്രൊട്ടക്ഷനും തരില്ല. അതാണ് ടു പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ സ്പെസിഫിക് കണ്ടീഷൻസ്. ഇതാണ് അഡ്വൈസ് ടു വെയർ മാസ്ക്, വെയർ ഇത് പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ്, അവർക്കുള്ള എന്താണ് ഫേസ് ഷീൽഡോ എന്താന്ന് വെച്ചാൽ ടു പ്രിവെന്റ് ദി എക്സ്പോഷർ. ആൻഡ് ഇഫ് പോസിബിൾ ജോലി മാറാൻ നോക്കാം. ദാറ്റ് ഈസ് ദി ഓൺലി വേ. അതായത് പ്രിവെന്റീവ് മെഷേഴ്സിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഏത് രോഗത്തിനും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സ്വാഭാവികമായിട്ടും ഈ അസുഖത്തിന് ഇന്ന് റെഡ്യൂസ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി. ആസ്മയുടെ കേസിൽ എങ്ങനെയുണ്ടോ? ആസ്മയിൽ ലൈഫ് സ്റ്റൈൽ ഓവറോൾ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്, അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ പറയും മുലപ്പാൽ നല്ലോണം കൊടുക്കുക, ഫീഡ് ദം, ലൈക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് മദർ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന, അതായത് സൺലൈറ്റ് എക്സ്പോഷർ, ഹെൽത്തി ഫുഡ്, ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡ്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ വിറ്റമിൻ സി, അതൊരു ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യണ ഒരു വിറ്റമിൻ ആണ്. പിന്നെ സൺലൈറ്റ്, ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാം. ഇതൊക്കെ ദീസ് ആർ ഓൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. നമ്മളെ ബോഡി കുറച്ചും കൂടെ പ്രൈം ചെയ്യും. അങ്ങനെ ഇപ്പം കനങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഇവിടുത്തെ സർവീസ് ജോയിൻ ചെയ്തിട്ട് എത്ര ഡ്യൂറേഷൻ എത്രയാണ്? ഞാൻ ഇപ്പോൾ October 1 ജോയിൻ ചെയ്തത്. ഇതിനു മുമ്പ് ഐ വാസ് വർക്കിംഗ് ഇൻ മൈസൂർ. ഞാൻ MBBS JSS മെഡിക്കൽ കോളേജ് മൈസൂരിലാണ് ചെയ്തത്. സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഒരു പൾമനോളജിസ്റ്റ് എന്നില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് റെസ്പിറേറ്ററി മെഡിസിൻ ആയിരുന്നു താല്പര്യം. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷൻസ് വേറെ ഒരുപാട് മനസ്സിലില്ലായിരുന്നു.
ഐ വാണ്ടഡ് പൾമോ. അതായത് നമ്മൾ ഈ കുറേ സിസ്റ്റംസ് ഡീൽ ചെയ്തിട്ട് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ബേസിക്കലി. നമ്മളിങ്ങനെ എല്ലാ സിസ്റ്റമും വി നീഡ് ടു നോ ദി എൻറ്റയർ ബോഡി. അത് നമ്മുടെ MBBS ലെവലിൽ വി ആർ ഗെറ്റിംഗ് ദി നോളജ്. അപ്പോൾ ഐ വാണ്ടഡ് ടു ബി ലിറ്റിൽ മോർ സ്പെസിഫിക്, കുറച്ചും കൂടെ ഒരു സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിക്ക്. ആക്ച്വലി പൾമനോളജി ഈസ് എ സൂപ്പർ സ്പെഷ്യലൈസേഷൻ. പക്ഷേ നമുക്ക് PG MD ഇതിൽ നമുക്ക് വി ഹാവ് MD റെസ്പിറേറ്ററി മെഡിസിൻ. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. നമ്മുടെ ഒരുപാട് ശ്വാസകോശ രോഗങ്ങൾ പീപ്പിൾ ആർ നോട്ട് റിയലി അവെയർ. അതായത് അലർജി, ഇങ്ങനെ ആസ്മ ആവുന്നു, നമ്മളത് ഇന്ന സമയത്ത് അഡ്രസ് ചെയ്താൽ വി ക്യാൻ പ്രിവെന്റ് ഇറ്റ്. സ്മോക്കിങ്ങിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, ലങ് ക്യാൻസർ ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം. ചെറിയ ന്യൂമോണിയ നമുക്ക് ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാം. വാക്സിനേഷൻ എടുത്താൽ വി ക്യാൻ പ്രിവെന്റ് എ ലോട്ട് ഓഫ് ഡിസീസസ്, സീസണൽ ഫ്ലൂ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ കുറച്ചും കൂടെ അവയർനെസ്സും ഉണ്ടാക്കാം. ആൻഡ് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഐ റിയലി ലൈക്ക്. സോ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും I did my post graduation in GSS, മൈസൂരാണ്. അത് കഴിഞ്ഞിട്ട് മണിപ്പാലിൽ ഐ വർക്ക് ഫോർ എ വൈൽ. ഇപ്പോൾ ഐ ഹാവ് കം ഹിയർ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മരുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പൾമനോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മളതിൽ കൂടുതൽ OPയിൽ വരുന്ന പേഷ്യൻ്റ് ആ അലർജി എങ്ങനെയാണ് ആസ്മയിലേക്ക് ലീഡ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷാൽ വി വൈൻഡ് അപ്പ് ദ എപ്പിസോഡ്? ഓക്കെ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിച്ചു, നമ്മുടെ ആസ്മയിലേക്ക് ലീഡ് ചെയ്യുന്ന അലർജി പേഷ്യൻ്റ് ധാരാളം കാണാറുണ്ട്. ഒരു ചെറിയൊരു തുമ്മൽ പോലും നമുക്ക്, അല്ലെങ്കിൽ കോൾഡ് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മളത് അലർജി എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ അലർജി നമ്മൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വേണ്ടത്ര രീതിയിൽ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ആസ്മയിലേക്കുള്ള ചില ട്രിഗർ ഉണ്ടാകുന്ന സാധനം. ആസ്മ എന്ന പേഷ്യൻ്റ് നമുക്ക് സാധാരണ ആസ്മ പേഷ്യൻ്റ് ചില സമയത്ത് വളരെ അഗ്രസീവായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊരു വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ വിഷയമാണ് ഇന്ന് മെഡിട്രാക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ ആതിരയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.